സ്കൂള് തുറന്നതിന് ശേഷം ഒരുപാട് പേരും ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആണ് ചോദിക്കുന്നത്. എല്ലാ ദിവസവും കുട്ടികളെ പറ്റിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ ഞാനിന്ന് കുറച്ച് ഇഡ്ഡലി മാവ് എടുത്തു. കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതിനകത്തേക്ക് ഒരു ചെറിയ ബീറ്റ്റൂട്ട് ഒന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതൊരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. വലിയ ബീറ്റ്റൂട്ടൊക്കെ ആണെങ്കിൽ പകുതി മതി കേട്ടോ. അതിൻ്റെ അളവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരയ്ക്കുക. ഒരുപാട് ലൂസായി പോകരുത്. ഓക്കെ, ഇതുപോലെ അരച്ച് ആ മാവിലോട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ബീട്രൂട്ട് ഇഡ്ഡലി മാവ് റെഡി. നല്ല ഹെൽത്തിയാണ്, പിന്നെ അതിൻ്റെ ഒരു കളർ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതെ, കുഞ്ഞ് മിനി ഇഡ്ഡലീസ് ആയിട്ടാണ് ഞാനിന്ന് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. സാധാ വലിയ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും അവർക്ക് കഴിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ താഴത്തെ തട്ടിൽ ഞാൻ ഒഴിച്ചിട്ടില്ല, കാരണം അത് നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് വെള്ളം കയറാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് താഴെത്തട്ടിൽ. അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് മതി കേട്ടോ, അതിനുള്ളിൽ തന്നെ വേവും. ചെറിയ ഇഡ്ഡലികളല്ലേ. ഇനി ഇതിനൊരു കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ ചെറിയ പീസുകളായിട്ട് മുറിക്കണം. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരല്പം കടുകിട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല കേട്ടോ, അല്ലാതെ തന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടണം. ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ട് വാടിക്കഴിയുമ്പോഴാണ് പൊടികൾ ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൗഡറാണ് കേട്ടോ. അതാണ് ഈ കറിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ്. സാമ്പാർ പൗഡർ മസ്റ്റായിട്ട് ചേർക്കണം. എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി പൊടികളുടെ ഒരു ചുവയങ്ങ് മാറിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ജസ്റ്റ് ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് ഗ്രേവി ആയി കഴിഞ്ഞാൽ ഈ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം കുക്കറിൽ വേവിക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് വേവുക, ഗ്രേവി ഒരുപാട് വറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊരു 3-4 വിസിൽ വേവിക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണം. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇതിന് പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് ചൂട് മാറാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തട്ടുകളൊന്ന് മാറ്റി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്ത് കിട്ടും. ഇത് ആദ്യം എടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒട്ടുന്ന പോലെ തോന്നും. പക്ഷെ അത് തണുത്ത് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ആദ്യം കാണുമ്പോൾ നിങ്ങളിത് ശരിയായില്ല എന്ന് വിചാരിക്കേണ്ട. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴേക്കും സാധാരണ ഇഡ്ഡലി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുട്ടികൾക്ക് അത് കാണുമ്പോഴും നല്ല ഇഷ്ടമാവും, നല്ല ഒരു കളറൊക്കെ കൊണ്ടേ. അപ്പോൾ ഞാൻ ഇത് ലഞ്ച് ബോക്സിലേക്ക് എടുക്കുകയാണ്. ഇത് ഏകദേശം 15 ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 2 മക്കൾക്കും കൂടി കൊടുക്കാനായിട്ട് അത്രയും മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും ഒരു ഡേറ്റ്സും കൂടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 4 വിസിൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ തുറക്കുകയാണ്. അപ്പോൾ ഇത്രയും ഗ്രേവി മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് പുളിക്ക് ആവശ്യത്തിന് ഒരല്പം വാളംപുളി പിഴിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കുറച്ച് ആ ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളൊക്കെ ചെറുതായിട്ട് ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കറിയാണ്. നമ്മൾ ആ സാമ്പാർ പൗഡറൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബീട്രൂട്ട് ഇഡ്ഡലിയുടെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അതിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ, ബീട്രൂട്ട് ചേർക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ. അപ്പോൾ അതും ഈ ഒരു കറിയും കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇന്ന് സ്നാക്കായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താണ് കൊടുത്തത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ചും സ്നാക്കും. ഒരു അരമണിക്കൂറിൽ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കുട്ടികൾക്കും ആഹാരം കഴിക്കാൻ മടിയാണല്ലേ, പ്രത്യേകിച്ച് സ്കൂളിൽ കൊടുത്തു വിടുന്നതൊക്കെ. എൻ്റെ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.